പുറത്ത് ആഘോഷങ്ങളുടെ ആരവങ്ങളാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഭരണഘടനയ്ക്ക് തത്തുല്യമായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയെ ഒരു പരമാധികാര രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാനും ഒരു ഭരണഘടന നടപ്പിലാക്കാനുമുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഡോക്ടർ അംബേദ്കറുടെ മേൽനോട്ടത്തിൽ ഡ്രാഫ്റ്റ് ചെയ്ത ഭരണഘടനയിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു ആശയത്തിന് മേലുള്ള ചർച്ചകൾ ദിവസങ്ങളോളം നീണ്ടുനിന്നു. ആ ആശയം ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന വാദത്തിൽ ഇന്ത്യയെ അടർത്തി പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപം കൊണ്ടപ്പോൾ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന വാദം ഹിന്ദുപക്ഷക്കാർക്കുണ്ടായിരുന്നു. പക്ഷേ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിൽ ഇന്ത്യക്ക് മതേതരത്വം എന്ന ആശയം അംബേദ്കർ ഉൾക്കൊള്ളിച്ചിരുന്നു. മതത്തിന്റെ മൗലികാവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ, ഒരു പ്രത്യേക മതം സ്ഥാപിക്കാതിരിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട തത്വങ്ങളും വ്യവസ്ഥകളും പരോക്ഷമായി ഉൾച്ചേർത്തിരുന്നു. അതിൽ പലതരം വിയോജിപ്പുകൾ ഉണ്ടായി. ശ്യാമപ്രകാശ് മുഖർജി ഹിന്ദു പൈതൃകത്തിന് പ്രാധാന്യം നൽകാനുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ഇന്ത്യയുടെ മതപാരമ്പര്യങ്ങളിലും ചരിത്രത്തിലും വേരൂന്നിയ സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ടെന്നും ഒരു മതേതര സ്വഭാവം ഈ പൈതൃകത്തെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം വാദിച്ചു. രാജേന്ദ്ര പ്രസാദ് ഈ മതനിരപേക്ഷത ആശയം ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചു. മറുവശത്ത് ജവഹർലാൽ നെഹ്റു തന്റെ പക്ഷം വ്യക്തമാക്കി. മതവിശ്വാസങ്ങൾക്കപ്പുറം എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നിവയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഒരു മതേതര ഇന്ത്യ എന്ന ആശയം അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു മതത്തിന് സവിശേഷത നൽകാത്തതിന്റെ കാരണം ഡോക്ടർ അംബേദ്കറും ന്യായീകരിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സാമൂഹിക നീതിക്കും സമത്വത്തിനും ഒരു മതേതര രാഷ്ട്രം നിർണായകമാണെന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഓരോ മതത്തിനും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് ഭാരതത്തെ ഒരു മതേതര ആശയം ഉൾക്കൊള്ളുന്ന ഒരു പരമാധികാര ജനാധിപത്യ രാഷ്ട്രമായി ഘോഷണം ചെയ്ത് ജനുവരി 26, 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അതാണ് റിപ്പബ്ലിക് ദിനം. Let us leave aside slogans. Let us leave aside words which frighten people. Let us even make concession to the prejudices of our opponents. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ് മതം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 3 ലക്ഷത്തോളം ശിപ്പായിമാർ ഉണ്ടായിരുന്നു. കമ്പനിയുടെ സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ സൈനികരായിരുന്നു ഈ ശിപ്പായിമാർ. റിക്രൂട്ട്മെന്റിലും ഭരണത്തിലും കമ്പനിക്കെതിരെ പല അസ്വാരസ്യങ്ങളും പ്രതിഷേധങ്ങളും കുന്നുകൂടിയ അവസരത്തിലാണ് അത് സംഭവിച്ചത്. ശിപ്പായിമാർക്ക് പുതിയ തോക്കുകൾ നൽകപ്പെട്ടു. എൻഫീൽഡ് പാറ്റേൺ 1853 റൈഫിൾഡ് മസ്കറ്റ് എന്നറിയപ്പെടുന്ന ഈ തോക്ക് മിനി ബോളുകൾ വെടിയുതിർക്കുന്ന റൈഫിളുകളായിരുന്നു. ഇതിന് നിറയ്ക്കേണ്ട വെടിമരുന്നുകൾ പ്രീഗ്രീസ് ചെയ്ത് പേപ്പർ കാട്രിഡ്ജുകളിലായിരുന്നു വന്നിരുന്നത്. റൈഫിളുകളിൽ ഈ വെടിമരുന്ന് നിറക്കാൻ ഈ കാട്രിഡ്ജ് കടിച്ചു തുറക്കണമായിരുന്നു. ഈ കാട്രിഡ്ജുകളിൽ ഉണ്ടായിരുന്ന ഗ്രീസിൽ ഗോമാംസത്തിന്റെ കൊഴുപ്പും പന്നിക്കൊഴുപ്പും ഉണ്ടായതായി കിംവദന്തി പ്രചരിച്ചു. ഇത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രോഷാകുലരാക്കി. അങ്ങനെ മതവിശ്വാസത്തിന്റെ പേരിൽ പ്രതിഷേധം ആരംഭിച്ചു. ബ്രിട്ടീഷ് ഓഫീസറുകളെ വെടിവെച്ചു കൊന്ന് മംഗൾ പണ്ഡെ ആ രോഷത്തി ബഹുമുഖ പ്രശ്നങ്ങളെ കത്തിച്ച് ഇന്ത്യ ഒട്ടാകെ പടർത്തി. പ്രധാനമായും ഡൽഹിയിലും ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലും ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ശിപ്പായി ലഹള ജാതിഭേദമന്യേ ആരംഭിച്ചു. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലും ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിഭായും ഉൾപ്പെടെയുള്ള സ്ത്രീ സമര സേനാനികൾ ഈ പോരാട്ടങ്ങളിൽ ഭാഗമാകുകയും അനേകം പേരോടൊപ്പം ലക്ഷ്മിഭായ് രക്തസാക്ഷിയാവുകയും ചെയ്തു. പോരാട്ടം നടത്തിയ ഒട്ടുമിക്കവരെയും വധിച്ച് ഡൽഹിയിലും മറ്റിടങ്ങളിലും കൂട്ടക്കൊലകൾ നടത്തി ലഹള അടിച്ചമർത്തിയെങ്കിലും കമ്പനിയുടെ യുഗം അവസാനിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച് ഇന്ത്യയുടെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് കിരീടത്തിന് കൈമാറപ്പെട്ടു. അതോടുകൂടി ഇന്ത്യ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി.
ആ ലഹളയോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി: ഇന്ത്യൻ മണ്ണിൽ നിലനിന്നു പോകണമെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കണം. അങ്ങനെ ഡിവൈഡ് ആൻഡ് റൂൾ അഥവാ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം അവർ പയറ്റി തുടങ്ങി. അതിന്റെ പ്രസിദ്ധമായ ഉദാഹരണമാണ് 1909 കൊണ്ടുവന്ന മൊർലെ മിന്റോ റിഫോം, 1919 കൊണ്ടുവന്ന മോണ്ടിഗു ക്ലെംസ്ഫോർഡ് റിഫോം. ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിയന്ത്രണത്തിൽ രാജ്യം വന്നതോടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 നിലവിൽ വന്നു. ഈ ആക്ടും തുടർന്നുള്ള ഭേദഗതികളുമാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണഘടനാ ചട്ടക്കൂട് രൂപപ്പെടുത്തിയത്. 1861, 1892, 1909 നിലവിൽ വന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ട് നിയമനിർമ്മാണ സമിതികളെ രൂപീകരിച്ചു. 1919 ഭരണഘടന പരിഷ്കരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നിലവിൽ വന്നു. അതിന്റെ മറ്റൊരു പേരാണ് മോണ്ടിഗെ ക്ലെംസ്ഫോർഡ് റിഫോം. ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവന്നു. എന്നുവെച്ചാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുക എന്ന രീതി. പക്ഷേ ഇതിലൊന്നും ഭാഗമാകാതെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പല കാരണങ്ങളാൽ പല പോരാളികൾ സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ചിരുന്നു. 1919 ഭരണഘടനാ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനും റിപ്പോർട്ട് ചെയ്യാനും ബ്രിട്ടീഷ് സർക്കാർ 1927 സൈമൺ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ സ്ഥാപിച്ചു. അതിന്റെ ചെയർമാൻ ജോൺ സൈമണിന്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. പക്ഷേ ഈ കമ്മീഷനിൽ ഇന്ത്യൻ പ്രതിനിധികൾ ആരും ഉണ്ടായിരുന്നില്ല. ഈ കമ്മീഷനെ നെഹ്റുവിന്റെയും മറ്റു നേതാക്കളുടെയും നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹിഷ്കരിക്കുകയും ജനുവരി 26, 1930 ലാഹോറിൽ വെച്ച് നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഭയിൽ ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം ഉൾക്കൊള്ളിച്ച പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ തീയതിയാണ് ഭരണഘടനാ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള തീയതിയായി പിന്നീട് തിരഞ്ഞെടുത്തത്. 1934 എം.എൻ. റോയ് ആണ് ആദ്യമായി ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. 1935 മുതൽ കോൺഗ്രസ് ഔദ്യോഗിക ആവശ്യമായി ഇതിനെ ഉയർത്തിക്കാട്ടി. 1935 പരിഷ്കരിച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കൊണ്ടുവന്നെങ്കിലും കൃത്യമായി നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഒരു വശത്ത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് പോലെയുള്ള ചെറുപ്പക്കാരായ വിപ്ലവകാരികൾ, ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള പോരാട്ടക്കാർ വയലൻസുമായും നിസ്സഹകരണ പ്രസ്ഥാനങ്ങളും നിയമലംഘനങ്ങളും ബഹിഷ്കരണങ്ങളുമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാത്മക സമരങ്ങളുമായി സ്വാതന്ത്ര്യ സമരത്തിന് പല മുഖങ്ങൾ കൈവരിച്ചിരുന്നു. സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു മാർഗത്തിൽ നിന്ന് ലഭിച്ചതല്ല, ഒരു ലക്ഷ്യത്തിലേക്കുള്ള പല ആദർശങ്ങളും ആശയങ്ങളും ചേർന്ന് നേടിയതാണ്. 1939 രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചതോടെ കളി മാറി. The first cannon shot of the Second World War is fired on Danzig. കോളനിവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ അഭിപ്രായങ്ങളും അവകാശങ്ങളും സ്വന്തം ഭരണത്തിന്റെ കീഴിലായിരിക്കണമെന്ന അന്താരാഷ്ട്ര വികാരങ്ങൾ ഏറി. കാരണം കൊളോണിയൽ ശക്തികൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യുദ്ധവുമായി പുലബന്ധമില്ലാത്ത കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യത്തിലെ പൗരന്മാരായിരുന്നു. ഈ വികാരം എല്ലാ കൊളോണിയൽ ശക്തികളെയും ദുർബലപ്പെടുത്തി തുടങ്ങി. ആ സമയത്ത് തന്നെ പ്രതിഷേധങ്ങളും ക്വിറ്റ് ഇന്ത്യ സമരവും കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടു. അതിനൊരു ആണിക്കല്ല് എന്ന പോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസും പട്ടാളവും ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ യുദ്ധം ചെയ്തതോടെ അവർ പൊറുതിമുട്ടി. ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ അഭിസംബോധനം ചെയ്യേണ്ടതിന്റെയും ഭരണപ്രക്രിയയിൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തേണ്ടതിന്റെയും ആവശ്യകത ബ്രിട്ടീഷ് സർക്കാർ അപ്പോൾ തിരിച്ചറിഞ്ഞു. കാരണം ബ്രിട്ടനിൽ നിന്ന് നേരിട്ട് ഭരണം നടത്തുക എന്നത് അക്കാലത്ത് ഏറെക്കുറെ അസാധ്യമായിരുന്നു. അങ്ങനെ 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതി കൊണ്ടുവന്നു. ഇന്ത്യയിൽ കൂടുതൽ സ്വയംഭരണം വേണമെന്ന ആവശ്യത്തിന്റെ അംഗീകാരമായിരുന്നു ഈ പദ്ധതി. ഇന്ത്യൻ പ്രാതിനിധ്യത്തോടെ ഒരു ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കുന്നതിനുള്ള പദ്ധതി നിർദ്ദേശിക്കുകയും ചെയ്തു. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം ഭരണഘടനാ അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. പ്രബല കക്ഷികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ വിവിധ പ്രവിശ്യകളെയും സമുദായങ്ങളെയും പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഒരുമിച്ചാണ് ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത്. അങ്ങനെ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യാനായി 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നു.
ഒരുപാട് ജീവിതങ്ങളെ താറുമാറാക്കി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഒപ്പുവെച്ച് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആഗസ്റ്റ് 29, 1947 ഡോക്ടർ അംബേദ്കറിനെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി നിയമിച്ചു. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോഴേക്കും 500 നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച ഇന്ത്യയെ ഒന്നായി തുന്നിച്ചേർക്കുന്നതിന്റെ അസാധ്യ പരിശ്രമത്തിലായിരുന്നു. BN റാവു അവർകൾ തയ്യാറാക്കി കമ്മിറ്റി മുമ്പാകെ സമർപ്പിച്ച ഭരണഘടനയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ പരിശോധനകളും തിരുത്തലുകളും നടത്തി ഫൈനൽ ഡ്രാഫ്റ്റ് ഫെബ്രുവരി 21, 1948 ഡോക്ടർ അംബേദ്കർ പ്രസിഡന്റ് മുമ്പാകെ അസംബ്ലിയിൽ സമർപ്പിച്ചു. ശേഷം അത് പൊതുജനങ്ങൾക്കായി പ്രസിദ്ധീകരിച്ചു. ലഭിച്ച അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് ഡ്രാഫ്റ്റ് വീണ്ടും സമർപ്പിച്ച് നവംബർ 4, 1948 അതിന്മേലുള്ള ചർച്ചകൾ ആരംഭിച്ചു. അങ്ങനെ നീണ്ട ചർച്ചകൾക്കും പരിഷ്കരണങ്ങൾക്കും വായനകൾക്കും ശേഷം നവംബർ 26, 1949 വോട്ട് ചെയ്ത് ഭരണഘടന സ്വീകരിക്കപ്പെട്ടു. അടുത്ത വർഷം 1950 ജനുവരി 24, 25 284 പേർ ഫൈനൽ വെർഷനിൽ ഒപ്പുവെച്ച് ജനുവരി 26, 1950 ഭാരതത്തെ ഏകാധിപത്യ ഭരണത്തിൽ നിന്നും പ്രജാഭരണ തത്വത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഭരണഘടന നിലവിൽ വന്നു. റിപ്പബ്ലിക് ദിനം ഇന്ത്യയുടെ ഐക്യത്തിന്റെ ജനാധിപത്യ ആശയങ്ങളുടെ പ്രതീകമായി വർത്തിക്കുന്നു. श्यामला मातरं वन्दे मातरं शुभ्रज्योत्स्ना पुलकितयामिनी पुल्लकुसुमित द्रुमदलशोभिनी सुहासिनी सुमधुरभाषिणी सुखदां वरदां मातरं वन्दे मातरं वन्दे मातरं. മതത്തിന്റെ പേരിൽ ഭാരതത്തെ പുലർത്തി മറ്റൊരു രാഷ്ട്രം ഉണ്ടായേക്കാം. പക്ഷേ മതത്തിനപ്പുറം സ്വന്തം മണ്ണിൽ കൂറുള്ള അനേകം മനുഷ്യർ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രത്തിന് അതിർവരമ്പുകൾ നിർണയിച്ചപ്പോഴും സ്വന്തം മണ്ണിൽ നിന്ന് വിട്ടുപോരാത്ത ഹിന്ദുക്കൾ പാകിസ്ഥാനിലും ജന്മനാട് വിട്ടുപോകാത്ത മുസ്ലിങ്ങൾ ഇന്ത്യയിലും നിലനിന്നു. ദൗർഭാഗ്യവശാൽ അതിർവരമ്പുകൾ അവരെ ന്യൂനപക്ഷമാക്കി. സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് മാത്രം സ്വന്തം മണ്ണിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടവരുണ്ട് ഇവിടെ. അവർക്ക് സ്വാതന്ത്ര്യദിനം യാതനകളുടെ ഓർമ്മകളാണ്. മതമല്ല അധികാരമായിരുന്നു പ്രശ്നമെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും ഓടിക്കാൻ ജീവനും ജീവിതവും കൊടുത്ത രക്തസാക്ഷികൾക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷേ അധികാരം നിലനിർത്താൻ ബ്രിട്ടീഷുകാർ പാകിയ മതമെന്ന വിഭജനത്തെ, വെറുപ്പിനെ തുരത്താൻ ദൗർഭാഗ്യവശാൽ അവരുടെ പ്രയത്നങ്ങൾക്ക് സാധിച്ചില്ല. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം ഇപ്പോഴും അധികാരത്തിനു വേണ്ടി പിന്തുടരുന്ന രാഷ്ട്രീയ തീവ്രവാദികൾക്ക് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചോര ചിന്തിയ രക്തസാക്ഷികൾ കേവലം വോട്ടിനു വേണ്ടിയുള്ള പേരുകളാണ്. സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം അതുമായി പുലബന്ധമില്ലാത്തവർക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അവർ അതിനുവേണ്ടി പ്രയത്നിച്ചവരുടെ കൂട്ടത്തിൽ സ്വന്തം മതക്കാരുടെ പങ്ക് തേടി നടക്കും. പക്ഷേ അവർ ചിന്തിക്കാൻ മറന്ന ഒന്നുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആയിരുന്നില്ല. അവർ ഇന്ത്യക്കാരായിരുന്നു. ഏതെങ്കിലും രണ്ടുപേർ ശബ്ദമുയർത്തിയതുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്നവർ ഓർക്കുക. ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഗവൺമെന്റ് എന്നും അവർക്കെതിരെ ശബ്ദമുയർത്തുന്നത് രാജ്യദ്രോഹമാണെന്നും വിശ്വസിച്ച ബഹുഭൂരിപക്ഷം ജനങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കാണിച്ചതും ദേശാഭിമാനം ഉണർത്തിയതും കുറച്ചുപേരാണ്.
ഒരുമയോടെ നിന്ന ഒരു രാഷ്ട്രം രണ്ടായി വിഭജിച്ചതും കേവലം കുറച്ച് മതതീവ്രവാദികളും രാഷ്ട്രീയ തീവ്രവാദികളുമാണ്. കാരണം വ്യക്തികളല്ല, ആദർശങ്ങളാണ് പ്രഭാവം ഉണ്ടാക്കുന്നത്.